ഹായ്. അപ്പോൾ ഓണത്തിൻ്റെ ഇടയ്ക്ക് എന്താ ഈ പുട്ടുകച്ചവടം എന്നാരും ചോദിച്ചിങ്ങോട്ട് വരല്ലേ. കാര്യം നാട്ടിലെ കുറച്ച് വിശേഷങ്ങൾ കൂടി ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വിട്ടുപോയിരുന്നു. അപ്പോൾ അതുകൊണ്ടാട്ടോ. പിന്നെ അപ്പോൾ നമ്മൾ റിസോർട്ടിൽ പോയിട്ട് നന്നായി അടിച്ച് പൊളിച്ചിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നല്ലോ നമ്മൾ ഡോം സ്റ്റേ ആയിരുന്നു ചൂസ് ചെയ്തിരുന്നത്. എന്നിട്ട് നമ്മൾ അവിടെ പോയിട്ടാട്ടോ നമ്മളെല്ലാവരും വന്നപ്പോൾ ഒരു സ്റ്റേക്കേഷന് വേണ്ടി അവിടെ പോയത് കേട്ടോ. സത്യം പറയാലോ, പിള്ളേർ നന്നായി അടിച്ചു പൊളിച്ചിട്ടോ വൈകുന്നേരം ആയപ്പോൾ. കാര്യം സ്വിമ്മിംഗ് പൂളിലൊക്കെ കളിച്ച് മതിച്ച് മടുത്തിട്ടാണ് അവർ കയറി വന്നതെന്ന് തന്നെ പറയാം കേട്ടോ. പിന്നെ നമ്മൾ രാത്രിയൊക്കെ ആയപ്പോഴേക്കും വീടിൻ്റെ അകത്ത് കയറി. കാരണം ചെറുതായി മഴയൊക്കെ ചാറി തുടങ്ങിയിട്ടോ. മഴ ചാറി തുടങ്ങിയാൽ നമ്മളുടെ സൈഡിലൊക്കെ പുല്ലുകളും ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങണ്ടല്ലോ. പിള്ളേരാണെങ്കിൽ ചെരുപ്പിടാടൊക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വീണാലോ എന്നൊക്കെ പേടിച്ച് നമ്മൾ വേഗം വീടിൻ്റെ അകത്തേക്ക് ആക്കിട്ടോ. കാര്യം എല്ലാവരും കൂടെ ഒറ്റ റൂമിലാട്ടോ, ഒറ്റ ഈ ഡോമിലാണ് നമ്മളെല്ലാവരും സ്റ്റേ ചെയ്തത്. 2 ബുക്ക് ചെയ്തിരുന്നു നമ്മൾ. എന്നിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വൈകുന്നേരത്തെ വർത്താനം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടാട്ടോ അപ്പുറത്തെ ഡോം സ്റ്റേയിലേക്ക് പോയത്. ഒരെണ്ണത്തിലെങ്കിൽ നമ്മൾ ചേച്ചിയും അമ്മയും ഞാനും പിള്ളേരെല്ലാവരും കൂടെ പിന്നെ ഇവിടെ സെറ്റായിട്ടോ. കാര്യം ഓരോരുത്തർ മാറ്റി കിടത്താൻ പറയുമ്പോൾ അവർ ആരും സമ്മതിക്കില്ല. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഈ ഒന്നിലാട്ടോ കിടന്നത്. പിന്നെ ചേട്ടനും അച്ഛനും അതുപോലെ തന്നെ ചേച്ചിയുടെ ഹസ്ബൻഡും അവർ 3 ആളും മാത്രം അപ്പുറത്തെ ഡോം സ്റ്റേയിലും പോയി കിടന്നു കേട്ടോ. പിന്നെ പിറ്റേ ദിവസം നേരം വെളുത്തിട്ട് നമ്മളെല്ലാവരും കാണുന്ന കളിയും എല്ലാം കഴിഞ്ഞ് ഇവർ രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പുറത്ത് പോയിട്ടോ. അപ്പോൾ പിറ്റേ ദിവസമാണ് പിന്നെ നമ്മളെല്ലാവരും കാണുന്നത്. എല്ലാവരും റെഡിയായി ഡ്രസ്സൊക്കെ മാറി കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിട്ട് എല്ലാവരും പുറത്തിറങ്ങുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന നേരമായപ്പോഴാട്ടോ ഇതൊക്കെ. പിന്നെ നമ്മൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുത്ത്. കാര്യം നമ്മൾ ഇനി ഇവിടേക്ക് നമ്മൾ വരുന്നില്ലല്ലോ. അപ്പോൾ നമ്മളെല്ലാവരും ഫാമിലിയൊക്കെ ആയിട്ട് കുറേ ഫോട്ടോസ് എടുത്തു കേട്ടോ. പിന്നെ അവരും നമുക്ക് എടുത്തു തന്നു. അപ്പോൾ അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഒരു 10 മണിയൊക്കെ ആയിട്ടാണ് ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയത്. പിന്നെ കുറേ നമ്മളെല്ലാം പാക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാട്ടോ നമ്മളിവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളിവിടെ നേരെ പോയത് വാസുവേട്ടൻ്റെ കടയുണ്ട് കേട്ടോ. ചാലക്കുടിയിലുള്ളവർക്കൊക്കെ അറിയായിരിക്കും വാസുവേട്ടൻ്റെ കടയിലത്തെ ഊണ് എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളി ഫുഡാണ്. അപ്പോൾ കഴിക്കാത്തവരുണ്ടെങ്കിൽ അവിടെ എന്തായാലും കയറണം കേട്ടോ. നല്ല അടിപൊളി ഫുഡാണ്. ഭയങ്കര തിരക്കാട്ടോ ഉച്ച നേരത്തെ അവിടെ. നമ്മളൊരു ഉച്ച നേരം ആകുമ്പോൾ തന്നെയാണ് അവിടെ എത്തിയത് കേട്ടോ. നമ്മളത് കഴിഞ്ഞിട്ട് തുമ്പൂർ മൊഴിയാണ് പോയത്. തുമ്പൂർ മൊഴി എനിക്ക് തോന്നുന്നു എല്ലാവരും ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ടിട്ടുണ്ടാവും. അടിപൊളി പ്ലേസ് ആട്ടോ. നമ്മൾ ചാലക്കുടി ഉള്ളപ്പോൾ 1-2 വട്ടം അവിടെ പോയിട്ടുണ്ട്. പക്ഷേ ഫാമിലി ആയിട്ട് ആദ്യമായിട്ടാട്ടോ. ഇവരൊക്കെ ആദ്യമായിട്ടാട്ടോ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് പോകാൻ എല്ലാവർക്കും. അപ്പോൾ തുമ്പൂർ മൊഴി കണ്ടിട്ട് നേരെ ഞങ്ങൾ പോകുന്നത് ചാലക്കുടിക്കും, ഇവർ നേരെ പോകുന്നത് വീട്ടിലേക്കാട്ടോ. അപ്പോൾ നമ്മളുടെ ഇപ്രാവശ്യത്തെ വെക്കേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ബാക്കി തുമ്പൂർ മൊഴി വിശേഷമൊക്കെ അടുത്ത വ്ളോഗിൽ കാണാം കേട്ടോ.